അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണം. ഐന റഅ ഫൈസലുൻ ഹാമിദൻ. വേർ ഡിഡ് ഫൈസൽ സി ഹാമിദ്? ഹാമിദ് എവിടെ വെച്ചാണ് ഫൈസലിനെ കണ്ടത്? എക്സസൈസ് ആണ് കേട്ടോ. ഓക്കെ, കണ്ടോ? ഹാമിദ് എവിടെ വെച്ചാണ് ഫൈസലിനെ കണ്ടത്? എവിടെ വെച്ചിരുന്നു? അപ്പോൾ അവൻ അവനെ കണ്ടു. എവിടെ? ബാത്റൂമിൽ പ്രവേശിക്കുന്നതായ നിലയിലാണല്ലോ കണ്ടത്. ഫൈസൽ ഹാമിദിനെ ബാത്റൂമിൽ പ്രവേശിക്കുന്നതായ നിലയിലാണ് കണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? റആഹു. എന്ന് എഴുതുമ്പോൾ നമ്മൾ രണ്ടാമത്തെ പാഠത്തിൻ്റെ എക്സസൈസ് ആണ് കേട്ടോ. ഇപ്പം ഇതിൽ തന്ന ഉണ്ടല്ലോ, ഫതഹ, പിന്നെ ഹംസ ഫതഹ, പിന്നെ അലിഫ് മക്സൂറയല്ലേ. അലിഫ് മക്സൂറ ഒഴിവാക്കിയിട്ട് അലിഫ് ഇട്ടിട്ട് മദ് എഴുതാം. റആഹു വഹുവ യദ്ഖുലുൽ ഹമ്മാമ. റആഹു വഹുവ യദ്ഖുലുൽ ഹമ്മാമ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഷൈൻ ദ എക്സസൈസ് കേട്ടോ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. റആഹു വഹുവ യദ്ഖുലുൽ ഹമ്മാമ. എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. റആഹു അതിലേക്ക് ലൊമീർ ചേർത്ത് എഴുതുമ്പോൾ റആ എന്ന ഫിഅലുണ്ടല്ലോ, ചോദ്യത്തിലുള്ള റആ എന്ന ഫിഅലിൻ്റെ ലാസ്റ്റത്തെ അലിഫ് മക്സൂറ ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ ഒരു അലിഫാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് പകരം അവിടെ രണ്ടാമത്തെ ലെറ്ററിന് മദ് ഇട്ട് കൊടുക്കുക. മുകളിൽ മദ്ദിൻ്റെ ഇതില്ലേ, എന്താ പറയുക, ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇടൂലേ, അത് ഇട്ട് കൊടുക്കുക. റആഹു വഹുവ യദ്ഖുലുൽ ഹമ്മാമ. ബാത്റൂമിൽ പ്രവേശിക്കുന്ന എക്സസൈസ്. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി. രണ്ടാമത്തെ, ഐന ദഹബ ഹംസതു. വേർ ഡിഡ് ഹംസ ഗോ? ഹംസ എങ്ങോട്ടാണ് പോയത്? അവൻ ഹോസ്റ്റലിലേക്ക് പോയി. ദഹബ ഇലൽ മഹ്ജഇ. ദഹബ ഇലൽ മഹ്ജഇ. നിങ്ങളടുത്ത് എഴുതി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോസ്റ്റലിലേക്ക് പോയി. ഇനി മൂന്നാമത്തേത്, മതാ ഖറജത് തുല്ലാബു മിൻ മക്കത്ത വമതാ വസലുൽ മദീനത്തുൽ മുനവ്വറത. എപ്പോഴാണ് വിദ്യാർത്ഥികൾ മക്കയിൽ നിന്നും പുറപ്പെട്ടത്? എപ്പോഴാണ് വിദ്യാർത്ഥികൾ മക്കയിൽ നിന്ന് പുറപ്പെട്ടത്? വേർ ഡിഡ് ദ സ്റ്റുഡൻറ് ലീവ് ദ മക്ക? വമതാ വസലുൽ മദീനത്തുൽ മുനവ്വറ. എപ്പോഴാണ് അവർ മദീന മുനവ്വറയിൽ എത്തിച്ചേർന്നത്? ഖറജത് തുല്ലാബു മിനൽ മക്കത്ത അല്ലേ. അപ്പോൾ എങ്ങനെ പറയാം? ഖറജു. വിദ്യാർത്ഥികളെ നമ്മൾ പറയണമെന്നില്ല, അവർ പുറപ്പെട്ടു. ദേ ലെഫ്റ്റ്. ഖറജു മിൻ മക്കത്ത വശംസു തത്തുലഉ. തത്തുലു അല്ല, യത്തുലു അല്ലേ. വശംസു നോക്കട്ടെ കേട്ടോ. വശംസു തത്തുലു. ഖറജു മിൻ മക്കത്ത. അവർ മക്കയിൽ നിന്നും പുറപ്പെട്ടു. വശംസു തത്തുലു. സൂര്യൻ ഉദിക്കുന്ന അവസ്ഥയിൽ, സൂര്യൻ ഉദിക്കുമ്പോൾ, വാവു ഹാലല്ലോ, സൂര്യൻ ഉദിക്കുമ്പോൾ അവർ മക്കയിൽ നിന്നും പുറപ്പെട്ടു. വവസലു. അവർ മദീനയിൽ എത്തിച്ചേർന്നു. വവസലുൽ മദീനത്തൽ മുനവ്വറത. വന്നാസു യഖ്റുജൂന മിനൽ മസ്ജിദിൻ നബവി ബഅദ സ്വലാത്തിൽ അസ്രി. വവസലുൽ മദീനത്തൽ മുനവ്വറത. വന്നാസു മദീനത്തൽ മുനവ്വറത മഫൂലുൻ ബിഹി മൻസൂബാക്കി എഴുതാം. മദീനത്തൽ മുനവ്വറത. വന്നാസു യഖ്റുജൂന മിനൽ മസ്ജിദിൻ നബവി ബഅദ മസ്ജിദിൻ നബവി എന്നാണ് അല്ലേ. മിന്നാണല്ലോ, മിനൽ മസ്ജിദിൻ നബവി ബഅദ സ്വലാത്തിൽ ദുഹരി. അടുത്തത്, മാ മഅന അൽ ഹുറുമി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹുറും ഫിൽ ആയത്തിൽ വാരിദത്തി ഫിദ്ദർസി. പാഠത്തിൽ എന്താ പറയുക, പാഠത്തിൽ വന്നതായിട്ടുള്ള ആയത്തിൽ ഹുറുമിൻ്റെ മീനിങ് എന്താണ്? വമാ മുഫ്രദുഹ. അതിൻ്റെ മുഫ്രദ് എന്താണ്? മഅന അൽ ഹുറുമി അൽ മുഹ്രിമൂന. ആണല്ലേ പറഞ്ഞത്, ഹുറുമിൻ്റെ മീനിങ് പറഞ്ഞത്. അൽ മുഹ്രിമൂന വമുഫ്രദുഹ ഹറാമുൻ. വമുഫ്രദുഹ ഹറാമും.
ഐ മുഹരിമുൻ. അതൊക്കെ ലെസണിലുള്ള പോലെ തന്നെ എഴുതി. ആ ഉണ്ട് അല്ലേ, വായിച്ചിട്ടില്ല അല്ലേ? ശരി, വായിക്കട്ടാ. മനില്ലതി ഖറഅൽ ഹദീസ. ആ, ആരാണ് ഹദീസ് വായിച്ചത്? മനില്ലതി ഖറഅ ഹദീസ. ഹുവ മുആവിയ. മുആവിയ അല്ലേ വായിച്ചത് ഹദീസ്? അതെ, ബിസ്മിയൊക്കെ ചൊല്ലി വായിച്ചത് കേട്ടോ. ഹുവ മുആവിയ, അത് മതി. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഖറഅ മുആവിയ, മുആവിയ അത് വായിച്ചു, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഹുവ മുആവിയ, അത് മുആവിയാണ് വായിച്ചത്. ഇനി അടുത്തത് അല്ലേ, തഅമ്മൽ, നീ ചിന്തിക്കണം. തഅമ്മലിൽ അംസിലത്തൽ ആത്തിയത്ത ലി വാവിൽ ഹാലി. വാവു ഹാലിന്റെ ഉദാഹരണം ഉണ്ട്, അത് ടെക്സ്റ്റിലുള്ള പോലെ തന്നെ എഴുതിക്കോട്ടാ. മഅന അൽ ഹുറുമി, ഹുറുമിന്റെ അർത്ഥം ലെസണിലില്ലേ? കണ്ടോ, സെക്കൻഡ് ലാസ്റ്റ് ലൈന് മഅനാഹ എന്നില്ലേ? മഅന അൽ ഹുറുമീന്ന് എഴുതി, അല്ലെങ്കിൽ മഅനാഹ എന്ന് എഴുതാം. അതിൻ്റെ അർത്ഥം അൽ മുഹരിമൂന മുഫ്രദുഹ ഹറാമുൻ അയ്യു മുഹരിമുൻ. ആ ലൈനിലുള്ള പോലെ തന്നെ എഴുതിക്കോ. സെക്കൻഡ് ലാസ്റ്റ് ലൈനിൽ, പാടത്തിലെ സെക്കൻഡ് ലാസ്റ്റിലെ തേർഡ് ലാസ്റ്റ് ലൈൻ അതുപോലെ എഴുതിക്കോട്ടാ. ഇനി തഅമ്മിലിൽ അംസിലത്തിൽ അതിയത്ത ലി വാവുൽ ഹാലി, വാവുൽ ഹാലിൻ്റെ തുടർന്ന് വരുന്ന ഉദാഹരണങ്ങളെ നീ ചിന്തിക്കണം. എക്സാമിൻ്റെ ഫോളോയിങ് എക്സാമ്പിൾസ് ഓഫ് വാവുൽ ഹാല്. ഒന്നാമത്തെ, ഹജജ്തു വ അന സഗീറുൻ. ഹജജ്തു വ അന സഗീറുൻ, ഞാൻ എന്താ പറയുക, യങ്ങായിരിക്കെ, ചെറുപ്പമായിരിക്കെ ഹജ്ജ് ചെയ്തു. ഐ പെർഫോം ഹജ്ജ് വെൻ ഐ വാസ് യങ്. ഞാൻ ചെറുപ്പമായിരിക്കെ ഹജ്ജ് ചെയ്തു. വാവുൽ ഹാല് കണ്ടില്ലേ? ഹജജ്തു ഫിഅലുൻ മാലിൻ മബനിയുൻ അല സുക്കൂനി. തു ഫാഇല്, വാവ് വാവുൽ ഹാല്, അന മുബ്തദഅ, സഗീറുൻ ഖബർ, അന സഗീറുൻ ഫി മഹല്ലി നസ്ബിൻ ഖാല്. ഹാല കൗനി സഗീറുൻ എന്നൊക്കെ പറയാം, ചെറിയ കുട്ടിയായ അവസ്ഥയിൽ. ദഖൽത്തുൽ മസ്ജിദ വന്നാസു യഖ്റുജൂന മിൻഹു. ഞാൻ ഐ എൻറ്റേർഡ് ദ മസ്ജിദ് ആസ് ദ പീപ്പിൾ വേർ ലീവിങ്. ജനങ്ങൾ പുറത്ത് ജനങ്ങൾ എന്താ, ഞാൻ പള്ളിയിൽ പ്രവേശിച്ചു. ജനങ്ങൾ പുറപ്പെടുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന, അതിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ ജനങ്ങൾ പുറത്ത് വരുമ്പോൾ ഞാൻ പള്ളിയിൽ പ്രവേശിച്ചു. മിൻഹുണ്ട്, അതിൽ നിന്ന്. അപ്പോൾ എങ്ങനെ പറയാം? ദഖൽതു ഫിഅലുൻ മാലിൻ മബനിയുൻ അല സുകൂനി, തു ഫാഇൽ, മസ്ജിദ മഫ്ഊലുൻ ബിഹി, വാവ് ഹർഫു ഹാലിൻ, നാസു മുബ്തദഅ, യഖ്റുജൂന മിൻഹു, യഖ്റുജൂന ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി, വാവ് അതിലെ ഫായില്, മിൻഹു ജാറുൻ വ മജ്റൂറുൻ, യഖ്റുജൂന മിൻഹു എന്നത് അന്നാസു എന്ന മുബ്തദയുടെ ഖബർ, അന്നാസു യഖ്റുജൂന മിൻഹു എന്ന ജുംലത്തുൽ ഇസ്മിയ ഫി മഹല്ലി നസ്ബിൻ ഹാല്. അടുത്തത് നോക്കിക്കോ. കറക്റ്റാണ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ. മർഫൂൻ ബിൽ ഒമ്മത്തി അല്ല, ബിസുബൂത്തി നൂനിയാണ് കേട്ടോ. മർഫൂൻ ബിസുബൂത്തി നൂനി, നൂനിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞതിൽ തെറ്റിയത്. ബിസുബൂത്തി നൂനി ലി അന്നഹു മിൻ അഫ്ആലിൽ ഖംസത്തി. കറക്റ്റ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ. മാത റജുലു വഹുവ നായിമുൻ. The man was died while he was sleeping. ഉറങ്ങുന്നവനായ അവസ്ഥയിൽ പുരുഷൻ മരണപ്പെട്ടു. ഉറങ്ങുന്നവനായ അവസ്ഥയിൽ പുരുഷൻ മരണപ്പെട്ടു. മാത ഫിഅലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി, അർറജുലു ഫാഇല്, വാവു ഹർഫുൽ ഹാല്, ഹുവ മുബ്തദഅ, നായിമുൻ ഖബർ, ഹുവ നായിമുൻ ജുംലത്തുൽ ഇസ്മിയ ഫി മഹല്ലി നസ്ബിൻ ഹാല്. ആഷ ജദ്ദി അക്സറു മിൻ മിഅത്തി ആമിൻ വമാത അന സഗീറുൻ. ആഷ ജദ്ദി, എൻ്റെ വല്യപ്പ ജീവിച്ചു. അക്സറു മിൻ മിഅത്തി, 100 വർഷത്തിലും കൂടുതൽ അല്ലേ? മൈ ഗ്രാൻഡ് ഫാദർ ലിവ്ഡ് ഫോർ മോർ ദാൻ 100 years ആൻഡ് ഡൈഡ് വെൻ ഐ വാസ് യങ്. എൻ്റെ വല്യപ്പ 100 വർഷത്തിൽ കൂടുതൽ ജീവിച്ചു. അദ്ദേഹം
ഞാൻ ചെറുതായിരിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. ഞാൻ ചെറിയ കുട്ടിയായിരിക്കും, 100 വർഷത്തിലും കൂടുതൽ ജീവിച്ച് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ആഷ ഫിയലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി. ജദ്ദി ഫായില് മുലാഫുൻ മുലാഫിൻ ഇലൈഹി. അക്സറു ധാരാളം. അവിടെ അക്സർ ഒരു ലർഫാണ് കേട്ടോ. ലർഫായിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചുള്ളൂ, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. അക്സറല്ലേ? അപ്പൊ ലർഫ് തന്നെയാണ് കേട്ടോ. അക്സറ മിന്മി അത്തി. അക്സറ ലർഫ് അല്ലേ? നോക്കട്ടെ കേട്ടോ. അക്സറയാണല്ലേ. അക്സറ നോക്കട്ടെ. അക്സറ ഇസ്മു തഫ്ലീലാണ് അല്ലേ? ഇസ്മു തഫ്ലീലാണ് അക്സറ. അപ്പോൾ അക്സറ ഇസ്മു തഫ്ലീൽ ഇവിടെ എങ്ങനെ? നാശ ജദ്ദി. ഇസ്മു തഫ്ലീൽ ഏത് രൂപത്തിൽ വരാം? നേരത്തായിട്ട് വരാം. മഫൂലും ബിഹി ഇവിടെ എങ്ങനെ വന്ന് നിൽക്കണം? ഖബർ നഅത്ത്. എന്തിന് നയത്തോട്? നയത്ത് വരാനൊന്നുമില്ലല്ലോ. ധാരാളം ജീവിച്ചു. നോക്കട്ടെ. ഫിൽ ജുംല അക്സറ മിൻ മീൻ. പിന്നെ എന്തായാലും കസറല്ലേ ഇവിടെ കിടക്കണം. അവിടെ എങ്ങനെയാണെന്നുള്ളത്? നായിബ് അൽ മഫൂൽ മുത്തലഖ്. അവിടെ നായിബ് അക്സറ. മഫൂൽ മുത്തലഖ് മൻസൂബ്. മഫൂൽ മുത്തലഖ് എങ്ങനെ വന്ന്? ആഷൻ അക്സറ ആയിരിക്കുമോ? അറിയില്ല കേട്ടോ, നോക്കണം ഒരു കേട്ടോ. അക്സറും അല്ല, അക്സറല്ലേ വന്നല്ലോ. ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചുള്ളത് ഇവിടെ മിയത്തിൻ്റെ ലർഫായിട്ടാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. എന്താണെന്നറിയില്ല, നോക്കണം. ഇപ്പോൾ അതിൻ്റെ റീസൺ കിട്ടണില്ല. ഇപ്പോൾ മഫൂല് മുത്തലക്കൊന്നും കാണുന്നുണ്ട് ഇവിടെ. മഫൂല് മുത്തലക്കിനൊരു സാധ്യത കാണുന്നുണ്ട്. അവശജത്തി ആഷൻ്റെ മഫൂല് മുത്തലക്കായിട്ട് വരുമോ? അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. മഫൂൽ മുത്തലഖിനൊരു സാധ്യത കാണുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഒന്ന് ഓർത്താച്ചാൽ മതി. അക്സറ പക്ഷേ ഇസ്മു തഫ്ലീൽ അങ്ങനെ വരുമ്പോൾ വരില്ലല്ലോ അല്ലേ? ആഷൻ കസീറൻ എന്നൊക്കെ വരുമ്പോഴാണ് മഫൂൽ മുത്തലഖ് വരുള്ളൂ. ഇസ്മു തഫ്ലീൽ ഇട്ടിട്ട് വന്നല്ല. മിൻ മിഅത്തിൻ ജാറുൻ വ മജ്റൂറുൻ ആമിൻ മുളാഫിൻ ഇലൈഹി ട്ടാ. മിഅത്തി ആമിൻ മുളാഫിൻ ഇലൈഹി അല്ലേ? അതെ. വാവ് ഹർഫു അത്ഫ്. ആ വാവ് ഹർഫ് അത്ഫാണ് കേട്ടോ. പിന്നെ ഹർഫ് അത്ഫ് എന്തായിരുന്നു? മാത്ത ഫീലുൻ മാദിൻ മബനിയുൻ അലൽ ഫതഹി ഫായില് ഹുവ. വാവ് ഹർഫു ഹാലി. അന മുബ്തദഅ സഗീറുൻ ഖബർ. അന സഗീറുൻ ജുംലത്തുൽ ഇസ്മിയ ഫി മഹലി നസ്ബിൻ ഹാല് കേട്ടോ. അക്സറും എന്താണെന്നുള്ളത് കിട്ടിയിട്ടില്ല. തലബത്തുൽ ഇൽമ വ അന മുതസവ്വിജുൻ. ഞാൻ വിവാഹിതനായിരിക്കുമ്പോൾ അറിവന്വേഷിച്ചു. തലബ്തു ഫിഅലുൻ മാദിൻ മബനിയുൻ അല സുക്കൂനി. തു ഫാഇൽ അൽ ഇൽമ മഫ്ഊലുൻ ബിഹി. വാവു ഹർഫുൽ ഹാല്. അന ളമിറുൻ മുൻഫസിലുൻ മബനിയുൻ അല സുക്കൂനി ഫി മഹല്ലി റഫ്ഇൻ മുബ്തദഅ. മുതസവ്വിജുൻ ഖബറുൻ മർഫൂഉൻ. അന മുതസവ്വിജുൻ ഫി മഹല്ലി الجملة الاسمية في محل نصب حال. لا تقرأ الصحيفة وأنت تمشي في الشارع. لا تقرأ നീ വായിക്കരുത്. എന്ത്? പത്രം അല്ലേ?
നീ റോഡിലൂടെ നടക്കുന്ന അവസ്ഥയിൽ പത്രം വായിക്കരുത്. റോഡിലൂടെ നടക്കുന്ന അവസ്ഥയിൽ നീ പത്രം വായിക്കരുത്. അവസ്ഥ അതന്നെ, റോഡിലൂടെ നടക്കുമ്പോൾ പത്രം വായിക്കരുതെന്ന്. ലാ ഹർഫു നഫി നഹി ഹർഫു ലാമു നാഹിയ മബനിയുൻ അല സുക്കൂനി തഖറ ഫിഅലുൻ മുളാരിഉൻ മജ്സൂമുൻ ബിസുക്കൂനി വൽഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. അസ്സഹീഫത മഫൂലുൻ ബിഹി മൻസൂബുൻ. വാവ് ഹർഫുൽ ഹാല് അൻത ളമീറുൻ മുൻഫസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി നസ്ബിൻ മുബ്തദഅ. തംശി ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തിൽ മുഖദ്ദരി അലൽ യാഇ ലിസ്സിഖലി വൽഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. ഫിഷാരി ജാറുൻ വ മജ്റൂറുൻ. കറക്റ്റ് ആയില്ലേ? തംഷി കറക്റ്റ് അല്ലേ? മഷ യംഷി തംഷി. ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തിൽ മുഖദ്ദറത്തി അലൽ യാഇ ലിസ്സിഖലി. പിന്നെ ഫായില് അൻത. കറക്റ്റ്. അടുത്തത് കേട്ടോ. ഖാല അല്ലാഹു തആല. അല്ലാഹു തആല പറഞ്ഞു. ഖാല ഫിഅലും തആല ഫായിലുമാണ് കേട്ടോ. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ് സ്വലാത്ത വ അൻതും സുഖാറ. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ ലഹരി ബാധിച്ച അവസ്ഥയിൽ നമസ്കാരത്തോട് അടുക്കരുത്. കണ്ടോ? അവസ്ഥയിൽ ലഹരി ബാധിച്ച അവസ്ഥയിൽ ഞങ്ങൾ നമസ്കാരത്തോട് അടുക്കരുത്. ഇല്ലേ? അലാ തഖ്റബു മതി. കുഴപ്പമില്ല. ആയത്ത് അങ്ങനെയാണല്ലോ. യാ ഹർഫു നിദാ, പിന്നെ അയ്യു മുനാദ, അയ്യു ഹാ തൻബീഹിന് അല്ലേ? അത് കുഴപ്പമില്ല. പിന്നെ ആമനു എന്ന് പറഞ്ഞാൽ ഫിഅലുൻ അല്ലദീന എന്നുള്ളത് ഇസ്മു മൗസൂൽ അല്ലേ? ഇസ്മു മൗസൂൽ മബനിയുൻ അലൽ ഫതഹി. അല്ലദീന അല്ലേ? അലൽ ഫതഹി. പിന്നെ ബദൽ അയ്യൂൻ്റെ ബദലാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ല, അതിൻ്റെ സ്ഥാനത്താണ്. റഫിൻ ബദലാണ് അയ്യു. ആമനു ഫിഅലുൻ മാലിൻ മബനിയുൻ ആമനു ഫിഅലുൻ മാലിൻ മബനിയുൻ അല ദ്ദമ്മി വൽഫായിലു വാവല്ലേ? അൽ വാവു ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്ഇൻ ഫാഇൽ ആമനു. പിന്നെ എന്താ ആ ജുംല എന്താണ്? സിലത്തുൽ മൗസൂൽ അല്ലേ? അയ്യോ അല്ല, അല്ലദീന എന്നതിൻ്റെ സിലയാണല്ലോ ആമനു എന്നുള്ളത്. ലാമു നാഹിയ തഖ്റബു, നിങ്ങൾ സമീപിക്കരുത്. ഖറുബ യഖ്റബു യഖ്റുബ അല്ലേ? ഖറുബല്ലേ? ഖറുബ യഖ്റുബ അല്ലല്ല, ഒരു മിനിറ്റ്. ഖറുബ എന്ന് പറഞ്ഞാൽ എന്താ? ഖറുബയാണോ ഖരീബയാണോ? അടുത്തു നിങ്ങൾ അടുക്കരുത്. അപ്പൊ തഖ്റബു. പിന്നെ ഖരീബ ഉണ്ട് കേട്ടോ. ഖരീബ ഉണ്ടെങ്കിൽ യഖ്റബു. അതെന്തോ സമീപിക്കുക. അടുക്കരുത്. ഒരു മിനിറ്റ് കേട്ടോ, ഏതാന്ന് നോക്കട്ടെ. ഖറുബ എത്രാമത്തെ ആയത്താണത്? നിസാ 43 അല്ലേ? അടുക്കരുത്. 43. രണ്ടെണ്ണേ ഒരേപോലത്തെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നോക്കട്ടെ എന്ന് പറഞ്ഞത്. ഇത് ഖരീബാണ് കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ ഖരീബാണ്, ഖറുബ അല്ല കേട്ടാ. ഖരീബ യഖ്റബു എന്ന് കൊടുത്തിട്ടുണ്ട്. ഖറുബ യഖ്റബു മുത്തഅത്തിന് ഇതിന് എന്തുട്ടാണാവോ? ഖരീബാണ് കേട്ടാ. ഖുർബാൻ ഖരീബാണ് കേട്ടാ. ഖറുബ അല്ല കേട്ടാ. അപ്പോൾ ഫിഅലുൻ മുളാരിഉൻ മജ്സൂമുൻ ബി ഹദ്ഫി നൂനി ലിഅന്നഹു മിൻ അഫ്ആലിൽ ഖംസതി. പിന്നെ അതിലെ വാവാണ്. അൽ വാവുൽ ജമാഅത്തി ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്ഇൻ ഫാഇൽ തഖ്റബു. അസ്സലാത്ത മഫൂലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. വാവു ഹർഫുൽ ഹാല്. അൻതും ളമീറുൻ
أنتم ضمير منفصل مبني على الضم في محل റഫി رفع മുബത്തദ. مبتدأ ഇത് നോക്കുമ്പോൾ അത് പോവാ അന്തും മബനി അല സുക്കൂനി അല്ലേ ടീച്ചറെ? في محل رفع مبتدأ പിന്നെ സുക്കാറ. സുക്കാറ എങ്ങനെ പറയാ? അപ്പം എന്തായാലും നോക്കണം. ഖബറുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി ലംബത്തുൽ ضمة المقدرة على الألف അലയ്യ ألف فلهية അലലിഫി ലിത്താഅദുരി. تعذري سكارى للتعذر هذا ضمة المقدرة للتعذر الجملة في محل نصب حال سكارى. അപ്പോൾ പേജ് കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് ഈ തആലയുടെ നോക്കിയിട്ട് പറയാന്നൊന്ന് പറഞ്ഞില്ലായിരുന്നില്ലേ? ഏതാ തആല അല്ലേ? ഇതിൽ തആല ഫായിലാണ് കേട്ടോ. അള്ളാഹുവിൻ്റെ അതല്ല അല്ലാഹ് തആല എന്ന് പറയുമ്പോ വേറെ രണ്ട് താലുണ്ട്. മറ്റേത് നമ്മള് വിളിക്കുന്ന താലല്ലേ, അത് എനിക്ക് തോന്നുന്നു ജാമിദായിട്ടുള്ള ഫീലല്ലേ താല, അള്ളാഹു താല. മറ്റേ ഇവിടെ താല അല്ലാണ്ട് അള്ളാഹു താല. ഞാൻ നോക്കട്ടെ കേട്ടോ. അള്ളാഹു താല പറയുമ്പോൾ അത് അള്ളാഹിൻ്റെ ഇവിടെ അള്ളാഹു ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഫായിലാക്കാം. എല്ലായിടത്തോടത്ത് അള്ളാഹു താല. വേറൊരു താല ഉണ്ടല്ലോ, വരൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കില്ലേ? അല്ല, ക്ലാസ്സിൽ തന്നെ വേറൊരു ഭാഗത്ത് അള്ളാഹു ഹദഫ് ചെയ്ത് പോയി. അത് തആലല്ലോ, തആൽ എന്നാണ് പറയല്ലേ? അല്ല, അള്ളാഹു പറയണേന് تعال وهو ماض فتح تعالى وهو فعل ماضي مبني على التاء الفاعل ضمير مستتر تقدير خبر الله تعالى اللهم تعالى ماضي فعل أنا فرعند فعل ماضي مبني على الفتح المقدرة على الألف المقصورة للتعذر والفاعل ضمير مستتر تقدير يعود الله تعالى. الله تعالى മടങ്ങുന്നു. الجملة الفعلية في محل رفع خبر. അപ്പം അത് അവിടെ നിന്നോട്ടെ കേട്ടാ. ഈ തആല കുറച്ചുകൂടി പഠിക്കേണ്ടതാണ്, പഠിക്കാനുള്ളതാണ്. ഒരു ജുംലായിട്ടാണ് അല്ലാഹു തആല. ഇൻഷാ അല്ലാഹ്. അപ്പം അതവിടെ ഇരിക്കട്ടെ. തആല വരുമായിരിക്കും എന്ന് വിചാരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുമായിരിക്കും. മൂന്നാമത്തെ നോക്കിക്കോട്ടെ. മയ്യിസ് വേർതിരിക്കുക. മയ്യിസ് എന്നല്ലേ? മയ്യിസ് തന്നെ അല്ലേ? മയ്യിസ് ഏതാ ഫേല്? മയ്യിസ് അമ്ര ഫേലാണ് അല്ലേ? നീ വേർതിരിക്കുന്നാണ്. ഏതാ അതിൻ്റെ മാലി? സബ്ബിഹ്. പിന്നെ ഏതാ പോലെ കവ്വിൻ എന്നൊക്കെ പറയണ പോലെ. സബ്ബഹ യുസബ്ബിഹു തസ്ബീഹ്, കവ്വന യുകവ്വിനു തക്വീൻ, മയ്യസ യുമയ്യിസു തംയീസ്. മയ്യിസ് അതാണ് കേട്ടാ. മയ്യസ വേർതിരിച്ചു, യുമയ്യിസു തംയീസ് വേർതിരിക്കൽ. അതിൻ്റെ അമ്രഫേലാണ് മയ്യിസ്. നീ വേർതിരിക്കുക. വാവുൽ അത്തുഫിനെയും വാവുൽ ഹാലിൽ നിന്ന് വാവുൽ അത്തുഫിനെ വേർതിരിക്കുക. ഫിൽ ജുംലത്തിൽ ആത്തിയത്തി തുടർന്ന് വരുന്ന വാചകങ്ങളിൽ ഹത്തൻ വാഹിദൻ ഒരു വര വരക്കുക. തഹ്ത വാവുൽ അത്തുഫി വാവുൽ അത്തുഫിൻ്റെ അടിയിൽ ഒരു വര വരക്കുക. വഹത്തൈനി രണ്ട് വര വരക്കണം. തഹ്ത വാവിൽ ഹാലി വാവുൽ ഹാലിൻ്റെ അടിയിൽ രണ്ട് വര വരക്കാൻ. ഖറജ മുദർരിസു മിനൽ ഫസ്രി വദഹബ ഇലൽ മക്തബിൽ മുദീരി. അധ്യാപകൻ ക്ലാസ്സിൽ നിന്നും പുറപ്പെടുകയും മുദീറിൻ്റെ ഓഫീസിലേക്ക് പോകുകയും ചെയ്തു. അവിടെ എന്താ വാവ്? ഒരു വര. വാവുൽ അത്ഫ്. ദഖൽതു അലൽ മുദീരി വഹുവ യക്തുബു. റാബ് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കിയിട്ട് ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ദഖൽതു അലൽ മുദീരി രണ്ട് വര. അതെ. അതായത് ഞാൻ മുദീറിൻ്റെ അടുത്തേക്ക് ഓഫീസിലേക്ക് അലൽ മുദീരി എന്ന് ഉദ്ദേശിച്ചത് മുദീറിൻ്റെ ഓഫീസിലേക്ക് എന്നുള്ള ഉദ്ദേശത്തിൽ കേട്ടോ. ഞാൻ മുദീറിൻ്റെ ഓഫീസിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം എഴുതുന്നവനായ അവസ്ഥയിൽ. അദ്ദേഹം എഴുതുമ്പോൾ ഞാൻ മുദീറിൻ്റെ അടുത്തേക്ക് പ്രവേശിച്ചു. രണ്ട് വര. ദഖല ഹാമിദുൻ വ മുആബിയത്തുൻ വൽ ഹസനുൽ ഫസ്ല വൽ മുദരിസു യശ്റഹു ദർസ. അധ്യാപകൻ പാഠം വിശദീകരിക്കുമ്പോൾ അല്ലെങ്കിൽ വിവരിക്കുമ്പോൾ മുആബിയയും ഹസനും ഫൈസൽ അല്ലല്ലേ ഹാമിദും മുആബിയയും ഹസനും ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. ആ വാവ് എന്താ? ആദ്യത്തെ വാവുകളൊക്കെ ഒരു വര. ഹാമിദുൻ വാവുൽ അത്ഫ്, മുആബിയത്തു ഒരു വര, അൽ ഫസ്ല വൽ മുദരിസു അവിടെ രണ്ട് വര അല്ലേ? ഹാലല്ല അവിടെ
വൽ മുദരിസു യഷ്റഹു ദർസൻ്റെ ആ വാവിൻ്റെ അവിടെ രണ്ട് വര. ആരിഫുൽ ലുഗത്തൈനിൽ ഇംഗ്ലീസിയത്ത വൽ ഫിറൻസിയത്ത. എനിക്ക് രണ്ട് ഭാഷയെ അറിയാം, ഇംഗ്ലീഷ് ഭാഷയെ അറിയാം, ഫ്രഞ്ച് ഭാഷയെ അറിയാം. ആരിഫു ലുഗത്തൈനിൽ ഇംഗ്ലീസിയത്ത വൽ ഫിറൻസ്. വാവ് അവിടെ ഒരു വര കേട്ടാ, അത് അറ്റഫ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലുഗത്തൈനി എന്താ അവിടെ റബേദ? ലുഗത്തൈനി ഫേലു മാലിൻ അവര് ആരിഫു അല്ലേ, മുലാരിയാണ് ഫേല്, ആരിഫു ഫായിലാന അല്ലേ? നസ്ബ് ചെയ്തു, കാരണം അന്നഹു മുസന്ന. അൽ ഇംഗ്ലീസിയത്ത എന്താ അത്? എന്തിനു അലിഫ്ലാമ? സിഫ ഒന്നുമില്ല, അലിഫ്ലാം ഇട്ടതിന് എന്തിട്ട് മംനു മിന സർഫ്? ബദൽ. മാഷാഅല്ലാ, ബദലാണ് കേട്ടാ, കറക്റ്റ് ആയിട്ടാ, ബദലാണ് കേട്ടാ. മനസ്സിലാക്കി പറഞ്ഞതല്ല, അത് ബദലെന്ന് പറഞ്ഞതാണ് ഞാൻ. വെറുതെ പറഞ്ഞതാ? അല്ല, ബദൽ വരാൻ കാര്യം ലുഗത്തൈനി എനിക്ക് രണ്ട് ഭാഷ അറിയാം, ആ രണ്ട് ഭാഷ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞതാണ്, ഒന്നുകൂടി വ്യക്തമാക്കി തന്ന്. എനിക്ക് രണ്ട് ഭാഷ അറിയാം, ഒന്ന് ഇംഗ്ലീഷ്, മറ്റേത് ഫ്രഞ്ച്. അപ്പം അതിന് ആ ലുഗത്തൈനിനെ ഒന്നും കൂടി നമ്മൾ അങ്ങനെയല്ലോ, ബദലിൻ്റെ ഒരു ഡെഫിനിഷൻ അങ്ങനെയല്ലോ. മുബദൽ മിൻഹുനെ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാക്കി തരാം. എൻ്റെ സഹോദരൻ ഈസ വന്ന് അഹി ഈസ അല്ലെങ്കിൽ ദക്തൂർ മുഹമ്മദ് അങ്ങനെയൊക്കെ പറയില്ലേ, എന്ന പോലെ തന്നെ. ശരി കേട്ടാ. അടുത്തത് ജാഅനിൽ വലതു വഹുവ യബ്കി. ആൺകുട്ടി എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് വന്നു, അല്ലെങ്കിൽ കുട്ടി വന്നു കരയുന്നവനായ അവസ്ഥയിൽ. ഹാലക്കൗനിൽ യബ്കി, അത് എത്ര വരെയാ വാവിന്? രണ്ട് വര, ഹാലാണ്. വറജ വാവിന് ഒരു വര. അവൻ ചിരിച്ചവനായ നിലയിൽ മടങ്ങി. വഹുവ യബ്കി യദ്ഹകു, വാവിൻ്റെ അവിടെ രണ്ട് വര അല്ലേ, രണ്ട് വര. ദഖല ഇസ്മായിലു വൽ മസ്ജിദ. ദഖല ഇസ്മായിലുൽ മസ്ജിദ വൽ ഇമാമു യഖ്റഉൽ ഫാത്തിഹ. ഇമാമു ഫാത്തിഹ ഓതുന്ന അവസ്ഥയിൽ ഇസ്മായിൽ പള്ളിയിൽ പ്രവേശിച്ചു. രണ്ട് വര. അടുത്തത് അയ്യിൻ. അയ്യിൻ ഏത് ഇതിലാ വരിക? അയ്യിൻ മയ്യിസ് പോലെ തന്നെ അയ്യിൻ. അതിൻ്റെ ഒന്ന് പറഞ്ഞേ, മാലി മുലാരിയും മസ്തറും പറഞ്ഞേ. ഫിലംബ്രാണ് അതിന്റെ മാലി പറഞ്ഞേ, മാലി മുലാരി പറഞ്ഞേ. അയ്യന യു അയ്യിനു, കറക്റ്റ്. പിന്നെ അത് പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ അയ്യന യു അയ്യിനു അല്ല, അത് അമ്രല്ല ഞാൻ പറഞ്ഞ. അയ്യന യു അയ്യിനു മാലി മുലാരി മസ്തർ പറഞ്ഞേ. സബ്ബഹ യുസബ്ബിഹു തസ്ബീഹ്. അയ്യന യു അയ്യിനു തഅയീൻ. മയ്യസ യു മയ്യിസ് തമീസ്. ഇതിൻ്റെ അമ്രഫേൽ. ശരി, അത് അങ്ങനെ പറയണം, മറ്റേ രീതിയിൽ പറഞ്ഞ് ശരിയാക്കണം കേട്ടോ. നമ്മൾ അജനാസ് പഠിച്ചില്ലേ, ആ രീതിയിൽ പറഞ്ഞ് ശരിയാവണം കേട്ടോ. അയ്യിൻ നൗ ആ കുല്ല വാവിൻ. നൗ എന്ന് പറഞ്ഞാൽ ഇനങ്ങൾ, എല്ലാ വാവിൻ്റെ ഇനങ്ങളും. മിമ്മ വറദ ഫിൽ ജുംലത്തിൽ ആത്തിഹത്തി, തുടർന്ന് വരുന്ന ജുംലയിൽ വന്നിട്ടുള്ളതായ എല്ലാ വാവിൻ്റെ നൗകൾ എന്ന് പറഞ്ഞാൽ ഇനങ്ങളും ഇനിയും വ്യക്താക്കണം. വറദ യരിദു, വറദ എന്നാണ് വന്നിട്ടുള്ള. നോക്കട്ടെ. വല്ലാഹി മാ ഗിബ്തു യൗമൻ. അയ്യിന, അയ്യിൻ എന്നാണ് വ്യക്താക്കുക, വ്യക്താക്കുക. അതെ, അല്ല വ്യക്തമാക്കുക, മനസ്സിലാക്കുക. അയ്യിൻ തയ്യീൻ എന്ന് പറയുമ്പോൾ സ്പെസിഫൈ ചെയ്യാന്നൊക്കെ പറയില്ല, അയ്യിൻ അങ്ങനത്തെ. ഇവിടെ നോക്കിക്കോളൂ കേട്ടോ. വല്ലാഹി മാ ഗിബ്തു യൗമൻ വ അന സ്വഹീഹുൻ ലാ ഹാദിഹി സനത വലാ സനതൽ മാലിയത്ത. അള്ളാഹുവാണ് സത്യം, ഞാൻ ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. വന സ്വഹീഹുൻ, ഞാൻ ആരോഗ്യവാനായിരിക്കെ. ലാ ഹാദിഹി സനത, ഈ വർഷവും ഇല്ല, വലാ സനത്തൽ മാലിയ, കഴിഞ്ഞ വർഷവും ഇല്ല. അപ്പോൾ ഈ വർഷവും കഴിഞ്ഞ വർഷമൊന്നും ഞാൻ ആരോഗ്യവാനായിരിക്കും, ഒരു ദിവസം പോലും ഞാൻ മുടങ്ങിയിട്ടില്ല എന്ന്. ഈ വാവ് എന്താ? വാവുൽ ഖസം അല്ലേ, വാവുൽ ഖസം ഹർഫുൽ ജർ, ഹർഫു ജറിൻ ലിൽ ഖസമി. മാ ഹർഫു നഫി. ഗിബ്തു ഫീലുൻ മാലിൻ മബനിയുൻ അല സുകൂനി തു ഫാഇൽ. യൗമൻ ലർഫു സമാൻ. വാവ് ഹർഫു ഹാലിൻ. അന
മുബ്തദ സഹീഹുൻ ഖബർ അന സഹീഹുൻ ഫി മഹല്ലി നസ്ബിൻ ഹാല് ലാ ഹർഫു നഫി ഹാദിഹി നഫി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഹാദിഹി ഇസ്മുൽ ഇഷാറ മബനി അലൽ കസ്രി ഫി മഹല്ലി ഈ വർഷമില്ല നഫീൻ്റെ സ്ഥാനത്തല്ലേ ഹാദിഹി വരേണ്ടത് ഈ വർഷവും ഇല്ല എന്ന് പറയുമ്പോൾ യൗമൻ്റെ ബദലായിട്ട് വരണ്ടേ ഓ ഈ വർഷവുമില്ല യൗമൻ്റെ ഹാദിഹിന്റെ ബദലാണ് സനത്ത ഈ വർഷവും ഇല്ല എന്ന് പറയുമ്പോൾ ഹാദിഹി യൗമിലേക്ക് യൗമിന്റെ ഇറാബാണ് ഹാദിഹിക്ക് വരേണ്ടത് എന്തുകൊണ്ടാ ഇവിടെ കൺഫ്യൂഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഹാദിഹിന്റെ ഇറാബാണ് യൗമന് വന്നിട്ടുള്ളത് എന്ന് ഓർക്കട്ടോ അതുകൊണ്ടാണ് സനത്ത വന്നത് കണ്ടോ സനത്ത ബദല് ഇതിന്റെ അതേ സനത്ത ബദലാണല്ലോ ആ ഹാദിഹിന്റെ അതേ ഇറാബാണ് എന്തുകൊണ്ടായിരിക്കും ഹാദിഹി മൻസൂബായത് യൗമിലേക്ക് അത്ഫ് ചെയ്തിട്ട് എന്നില്ല നോക്കിട്ടോ ഞാൻ വല്ലാഹി മാ വിബത്തു ഞാൻ മുടങ്ങിയിട്ടില്ല ഈ വർഷവും മുടങ്ങിയിട്ടില്ല ഒരു ദിവസവും മുടങ്ങിയിട്ടില്ല ഈ വർഷവും മുടങ്ങിയിട്ടില്ല അപ്പോൾ ഇതിലേക്ക് അത്ഫ് ചെയ്യുക എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു വരട്ട് വെച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് അത് നോക്കട്ടെ അസനത്ത ബദൽ വാവ് ഹർഫുൽ അത്ഫ് ലാ ഹർഫു നഫി ഈ സനത്ത എന്നുള്ളത് മഅതൂഫുൻ അല ഹാദിഹിലേക്ക് അത്ഫ് ചെയ്യാട്ടോ അവിടെ ഇതിലില്ല ഇസ്മുൽ ഇഷാറ ഇടാതെ നേരെ മൻസൂബായിട്ടുള്ള നാമട്ടുള്ള മാലിയത്തൻ സിഫയാണ് കേട്ടോ കഴിഞ്ഞ വർഷമില്ല അപ്പോൾ ഈ സനത്ത എന്നുള്ളത് മഅതൂഫുൻ അല ഹാദിഹിലേക്ക് അത്ഫ് ചെയ്തിട്ട് പറയട്ടെ വാവുൽ അത്ഫ് ഉണ്ടല്ലോ ഇടയിൽ മാലിയ സിഫ ഈ സനത്ത എന്നുള്ളത് ലർഫു സമാൻ്റെ സ്ഥാനത്താണ് യൗമൻ അന സഹീഹുൻ അവിടെ ഒരു അത്തുഫ് ചെയ്യാനായിട്ട് ഒരു ആവും കാണുന്നില്ല ഹാദിഹിനെ സനത്ത എന്നുള്ളത് പറഞ്ഞില്ല മാലിയ സിഫ സനത്തൻ്റെ സിഫ ഈ സനത്ത എന്നുള്ളത് ലർഫു സമാൻ മൻസൂബിനാണ് പിന്നെ അത് മറ്റേ സനത്തയിലേക്ക് അത്തുഫ് ചെയ്തിട്ടുണ്ട് ഹർഫു നഫി മറ്റേ സന ബദൽ ഈ ഹാദിഹി യൗമൻ്റെ എന്തായിട്ട് വരിക അത്തുഫ് കാണില്ലല്ലോ അല്ലേ എന്തായാലും ഒരു ഹാലാണ് ഒരു അവസ്ഥനെ കാണിക്കാനാണ് യൗമിൻ്റെ ഇറാബാണ് യൗമിലേക്ക് അത്തുഫ് ചെയ്തതെന്നാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ അത്തുഫ് ചെയ്യാൻ പറ്റുമായിരിക്കാം ഹർഫ് അത്തുഫ് ഇല്ലാണ്ട് ചെയ്യുമായിരിക്കാം അല്ലാഹു അലം എന്തായാലും നമുക്ക് പഠിച്ചു വരുമ്പോൾ മനസ്സിലാവുമായിരിക്കും അടുത്തത് അക്മിൽ നീ പൂർത്തിയാക്കണം കുല്ല ജുംലത്തിൻ മിമ്മ യത്തി ബി ജുംലത്തിൻ ഹാലിയത്തിൻ മുനാസിബത്തിൻ യോജിച്ചതായ ഹാലിൻ്റെ വാചകം കൊണ്ട് തുടർന്ന് വരുന്ന വാചകങ്ങളെ എല്ലാ വാചകങ്ങളെയും നീ പൂർത്തിയാക്കണം വാവു പ്ലസ് ജുംലത്തുൽ ഇസ്മിയ അപ്പം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ വന്നിട്ടുള്ളത് ജുംലത്തുൽ ഇസ്മിയാണ് വാവു വന്നിട്ടുള്ളത് നിങ്ങളൊന്ന് പറയട്ടെ ആരെങ്കിലും എഴുതിയിട്ടുണ്ട് ദഖൽത്തുൽ മസ്ജിദ ഞാൻ പള്ളിയിലേക്ക് പ്രവേശിച്ചു ഒന്ന് പറഞ്ഞേ ഒരു വാവുൽ ഹാലും ഒരു ജുംല ഇട്ടിട്ട് പറഞ്ഞേ എങ്ങനെ പറയാ ഞാൻ പള്ളിയിലേക്ക് പ്രവേശിച്ചു ഏതവസ്ഥയിലാണ് നിങ്ങൾ പള്ളിയിൽ പ്രവേശിച്ചത് ഒരു വാവുൽ ഹാൽ ഇട്ടിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ചെയ്യുന്ന അവസ്ഥയിൽ അന്ന് പറഞ്ഞേ അജി അവിടെ പോയി കിടന്നു എന്നിട്ട് പറഞ്ഞേ ഇസ്മിയല്ലേ പറയേണ്ടത് വാ അല്ല ഇമാമു ആരെ റുക്കു ചെയ്യണം ജുംലത്തിൽ ഇസ്മിയാക്കുമ്പോ നിങ്ങള് ഫെയിൽ ചെയ്യാണ് പറയണത് വൽ ഇമാമു യർകഉ വൽ ഇമാമു യർകഉ വൽ ഇമാമു യഖ്തുബു ഇമാമു ഖുതുബ പറയുമ്പോൾ വൽ ഇമാമു യുസല്ലി വൽ ഇമാമു യഖ്റഉൽ ഫാത്തിഹത അങ്ങനെ പറഞ്ഞൂടെ ഈസി ഉള്ളത് എന്താ വെച്ചാൽ പറഞ്ഞു കേട്ടാ വസൽത്തി ത്വാഇറത്തു വിമാനം എത്തിച്ചേർന്നു എങ്ങനെ ബാങ്ക് കേട്ട അവസ്ഥയിൽ ആരെ കേട്ടത് ഞാന് ദഅഉതു വ ദഅഉതുൽ അസാന വാ കേട്ടു എന്നാണോ നമ്മളെന്തായാലും ഇതാക്കുമ്പോ എന്താ എഴുതണം
അന ഞാൻ, യസ്മഊദ് അല്ല അന അസ്മഉ അല്ലേ, അന അസ്മഉൽ അദാന, ആ വ അന ആ അസ്മഉൽ അദാന. അനൗണാണ്. ജുംലത്തിൽ ഇസ്മിയാക്കാൻ പറഞ്ഞിട്ടില്ല ഇതിൽ. വ അന ആ യസ്മഉൽ അദാന. അടുത്തത് വസൽത്തി അല്ലേ, വസലത്തി എന്നല്ലല്ലോ, വസൽത്തി വസലത്തി. വസലത്തിനാണ് എഴുതിയേക്കണേ. വസലത്തില്ല വസലത്തി നമുക്ക് വസലത്തി. വരച്ചിട്ട് കിട്ടി. നോക്കണമില്ല ഞാൻ, ഒരു മിനിറ്റ് കേട്ടോ, ഇതിൻ്റെ അടുത്ത് നോക്കിയാൽ കിട്ടും. വസലത്തി ത്വാഇറത്തുൽ മതാറ ജുദ്ദത. വസലത്തി എത്തിച്ചേർന്നു, അത്വാഇറത്തു വിമാനം എത്തിച്ചേർന്നു, അൽ മതാറ മതാറൽ ജുദ്ദത കേട്ടോ, മുലാഫിലേഹിയൻ. ജിദ്ദ എയർപോർട്ടിൽ വിമാനം എത്തിച്ചേർന്നു. എപ്പോഴായിരിക്കും? എന്തെങ്കിലുമൊക്കെ എഴുതുക. എങ്ങനെയാ? അനനായിമുൻ ഞാൻ ഉറങ്ങുകയായിരുന്ന അവസ്ഥയിൽ. അല്ലെങ്കിൽ വാ അൽ മത്തറു എൻജിലു മഴ പെയ്യുന്ന അവസ്ഥയിൽ. മത്തർ മീമ് തോ, മത്തറു എൻജിലു മഴ പെയ്യുന്ന അവസ്ഥയിൽ. പിന്നെ എങ്ങനെയാ വിമാനം എത്തിച്ചേരുന്നു? ഉറങ്ങുമായിരുന്നു ഞാൻ ആ സമയത്ത്, അപ്പോഴാണ് ജിദ്ദയിലേക്ക് വിമാനം എത്തിയത്. അല്ലെങ്കിൽ പിന്നെ എന്താ പറഞ്ഞത്? മഴ പെയ്യുമ്പോൾ. ഇനി എന്താ പറയുക? എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണ ഫെയിൽ വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. വിമാനം ജിദ്ദയിൽ എത്തിച്ചേരുമ്പോൾ എന്തായിരുന്നു? എന്താണ് പറയുക? ഒന്നുമില്ലേ? ആർക്കും ഒന്നുമില്ലേ പറയാൻ? ഞാൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ. ഇങ്ങനെയൊക്കെ മതി, ഇതിലേതെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു. അങ്ങനെ പറഞ്ഞൂടെ? ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലേ, അന യഅ്കുലു മുളാരിട്ട് പറഞ്ഞ അന അഅ്കുലു അല്ലേ, ആക്കുലു താമ, അന ആക്കുലു താമ. കുഴപ്പമില്ലല്ലോ. ഞാനിവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഇതെത്രാമത്തെ? പിന്നെ അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ അടുത്തൊക്കെ നോക്കിക്കോട്ടെ. അടുത്തത് എന്തുട്ടാ? ഹജ്ജത്തു ഞാൻ ഹജ്ജ് ചെയ്തു. എപ്പോഴാണ് ഹജ്ജ് ചെയ്തത്? അന സഗീറുൻ, അന കബീറുൻ എന്നൊക്കെ പറഞ്ഞൂടെ? പിന്നെ എന്തെന്നാ ഞാൻ എപ്പോഴാണ് ഹജ്ജ് ചെയ്തത്? എപ്പോഴാ ഷാഹിദ എപ്പോഴാ ഹജ്ജ് ചെയ്ത്? കബീറുനാണോ? ഞാനിത് ചെയ്തിട്ടില്ലടോ. ചെയ്തിട്ടില്ല. ഞാൻ പറയണെങ്കിൽ ഞാൻ അബ്ദുള്ളാനെ ഗർഭമുള്ളപ്പോന്ന് പറയാ, കാരണം ഞാൻ പേരൊക്കെ കൊടുത്തതാണ് വേണ്ടെന്ന് വെച്ചു. അതല്ലേ. ഓക്കെ ശരി. അപ്പോൾ അന മുത്തസവ്വിജുൻ, അന മുത്തസവ്വിജത്തുൻ, അന വേണ്ട. അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് ഇതാട്ടാ. അന ഷാബുൻ ഞാൻ ചെറുപ്പക്കാരനായ അവസ്ഥയിൽ, അല്ലെങ്കിൽ അന മുത്തസവ്വിജുൻ ഞാൻ വിവാഹിതനായപ്പോൾ, അന മുത്തസവ്വിജത്തുൻ ഞാൻ വിവാഹിതയായപ്പോൾ ഹജ്ജ് ചെയ്തു. പിന്നെ എന്താ പറയുക? അനഫി സൗദിയ ഞാൻ സൗദിയിൽ ഉണ്ടായിരുന്നപ്പോൾ, അനഫി ഞാൻ സൗദിയിൽ. അങ്ങനെയൊക്കെ എഴുതാട്ടാ. അടുത്തത് റഅയ്തുൽ മുദരിസ ഞാൻ അധ്യാപകനെ കണ്ടു. എപ്പോഴാണ് കണ്ടത്? വഹുവ യദ്ഖുലുൽ ഫസ്ല അദ്ദേഹം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ വഹുവ ഫിൽ മസ്ജിദി അദ്ദേഹം പള്ളിയിലായിരിക്കുമ്പോൾ ഞാൻ അധ്യാപകനെ കണ്ടു. ഇഷ്ടം പോലെ എഴുതാട്ടാ. നിങ്ങൾ സ്വന്തമായിട്ട് വാചകം എഴുതി ശരിയാക്കിക്കോട്ടാ. അടുത്തത് മാത അമ്മി എൻ്റെ അമ്മി എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരൻ മരണപ്പെട്ടു. വഹുവ സ്വായിമുൻ അവൻ നോമ്പുകാരനായിരിക്കുമ്പോൾ, വഹുവ മരീദുൻ അവൻ രോഗിയായിരുന്നപ്പോൾ. അങ്ങനെ ഇഷ്ടം പോലെ എഴുതാട്ടാ. എപ്പോഴാണ് മരിച്ചത് എന്നുള്ളത് എഴുതാട്ടാ. ഹറജ്തു മിനൽ മദീനത്തി മദീനയിൽ നിന്ന് ഞാൻ പുറപ്പെട്ടു. എപ്പോഴായിരിക്കും മദീനയിൽ നിന്ന് പുറപ്പെട്ടത്? ഏതാ? കുറേ ജുംല പറഞ്ഞില്ല, അതിൽ ഏതെങ്കിലുമൊക്കെ പറഞ്ഞോ? അന ഞാൻ നല്ല ഉഷാറായിരിക്കും. അന നഷീത്തുൻ തോണ് കേട്ടാ. ഞാൻ ആക്റ്റീവായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അശംസു തത്തുലു സൂര്യൻ ഉദിക്കുന്ന അവസ്ഥയിൽ അല്ലേ, അശംസു തത്തുലു, അല്ലെങ്കിൽ വശംസു തഗറുബു സൂര്യൻ അസ്തമിക്കുമ്പോൾ. എങ്ങനെ? തഗറുബു. അല്ലെങ്കിൽ ഫി വക്തി ലുഹരി ഇത് വേണമല്ലോ, ജുംല വേണമല്ലോ. ഓക്കെ വേണ്ട. അങ്ങനെ ഇഷ്ടമുള്ള ഇട്ടിട്ട് എഴുതിക്കോട്ടാ.
ഖറജ്തു മിനൽ അടുത്തത് വേറൊന്നും കൂടി ഉണ്ടല്ലോ വസൽത്തു റിയാള. വസൽത്തു റിയാദ്, ഞാൻ റിയാദിലേക്ക് എത്തിച്ചേർന്നു. അന ആദ്യം ഷീത്തുന ആക്റ്റീവ് എന്ന് പറഞ്ഞപ്പോൾ റിയാദിലേക്ക് എത്തിച്ചേരുമ്പോൾ ഞാൻ അന മുത്തഅബു താബാനാവുമ്പോൾ താബാനായ അവസ്ഥയിൽ ക്ഷീണമായിട്ട്, അല്ലെങ്കിൽ വശംസു തകറുബു, അവിടെ തത്തുലുവാണെങ്കിൽ വശംസു തകറുബു, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഓക്കെ. അങ്ങനെ എഴുതിക്കാട്ടോ. ഹിനെന്തായിരുന്നു? ഇജൽ നിങ്ങളാക്കണം കുല്ല ജുംലത്തിൽ മിമായത്തി ജുംലത്തൽ ഹാലിയത്തൽ ജുംലത്തിൽ ഇൻഷായിക്ക. അതായത് ഇജൽ കുല്ല ജുംലത്തിന് എല്ലാ വാചകങ്ങളും നീ ആക്കണം മിമായത്തി തുടർന്ന് വരുന്നതായ ജുംലത്തൻ ഹാലിയത്തൻ ഹാലിൻ്റെ ജുംല ആക്കണം. ജുംലത്തൻ ഹാലിയത്തൽ ജുംലത്തിൻ മിൻ ഇൻഷായിക്ക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ഹാലിൻ്റെ ജുംല അതായത് ഇത് തന്നിട്ടുണ്ട്, നമ്മൾ സ്വന്തമാക്കണം. നോക്കിയ അന്ത തംഷി അല്ലെങ്കിൽ അന്ത തംഷി ഫിഷാരി, നീ റോട്ടിലൂടെ നടക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണം? അല്ല, നടക്കുന്ന അവസ്ഥയിൽ നേരത്തെ പറഞ്ഞത് നമുക്ക് പിന്നെ മെയിൻ ജുംല തന്നിട്ട് സബോർഡിനേറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാനാണ്. ഇവിടെ സബോർഡിനേറ്റീവ് സെന്റൻസ് തന്നിട്ടുണ്ട്, നമ്മൾ മെയിൻ ജുംല ഉണ്ടാക്കണം. എന്തായിരുന്നു? നിങ്ങൾ റോഡിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് എന്തുണ്ടായി? നിങ്ങൾ റോഡിലൂടെ നടക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ടാസിന്തയുടെ മൈക്ക് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്. ഐത്തുക്ക, ഞാൻ നിന്നെ കണ്ടു. അല്ലെങ്കിൽ നീ എവിടെ ഒരെണ്ണം പറയില്ലേ, ലാ തഖ്റ ഇൽ മജല്ലത്ത, നീ മാഗസിൻ വായിക്കരുത്. അല്ലെങ്കിൽ എന്തായിരുന്നു? സഹീഫ എന്തോ ഒരെണ്ണം വന്നില്ലേ, പത്രം വായിക്കരുത് എന്നിട്ട് ഇതിന് മുൻപ് ലാ തഖ്റ സഹീഫത്ത വഅന്ത, ലാ തഖ്റ സഹീഫത്ത നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നിന്നെ കണ്ടു, റോട്ടിലൂടെ നടക്കുമ്പോഴാണ് ഞാൻ നിന്നെ കണ്ടത്. ഐത്തുക വഅന്ത തംഷി ഫിശ്ശാരി, എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഐഡിയം പോലെ എഴുതാട്ടാ. നീ റോട്ടിലൂടെ നടക്കുമ്പോൾ വേറെ എന്താ ഉണ്ടായത്, എന്തെങ്കിലും എഴുതാം, മാലിയൊക്കെ എഴുതാം. പിന്നെ സദംതു അൽ സയ്യാറത്ത, കാറിടിച്ചു എന്നൊക്കെ പറയാമല്ലോ അല്ലേ. സദമത് സയ്യാറത്ത് അങ്ങനെ പറയാമല്ലോ, കാറിടിച്ചു. അപ്പോൾ കുഴപ്പമില്ല. എങ്ങനെ അതിന്റെ ഇടയ്ക്കൊരു വാഴുതുണ്ട്, വാവെഴുതണം കേട്ടോ, വാവെഴുതണം. ശരിയാണ്, ഇടയിൽ ആ വാവ് അന്ത എന്നുള്ളത് ക്ലിയർ ആയിട്ട് എഴുതണം കേട്ടോ. പിന്നെ അന തിഫ്ലുൻ, അപ്പോൾ ഒരു വാവ് ഇട്ടിട്ട് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്തുണ്ടായി? മാത്തത്ത് ഉമ്മി, എൻ്റെ ഉമ്മ മരണപ്പെട്ടു. അന തിഫ്ലുൻ, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ. അല്ലെങ്കിൽ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഹഫിൽത്തു സൂറത്തു റഹ്മാന വാന തിഫ്ലുൻ, ഞാൻ സൂറത്തു റഹ്മാൻ ഹിഫ്ലു ചെയ്തു. ഏതാ സൂറത്ത് വെച്ചാൽ അങ്ങനെ എഴുതാം, അങ്ങനെ എഴുതിക്കോളൂ കേട്ടോ. അൽ മുദരിസു യക്തുബു ദർസ, അധ്യാപകൻ പാഠം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദഖൽതു, ഞാൻ പ്രവേശിച്ചു. ദഖൽത്തുൽ ഫസ്ല വൽ മുദരിസു, ഞാൻ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. അല്ലെങ്കിൽ കുട്ടി ഉറങ്ങി, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങി അല്ലേ. അനാമു അല്ല, നാമ നിംതു എന്നല്ലേ പറയാ, ഞാൻ ഉറങ്ങി. എന്താ എഴുതാട്ടാ അധ്യാപകൻ. അലസബൂറത്തി ബോർഡിൽ, അപ്പോൾ വാവു ഹാലും കൂടി ഇടണേ. വൽ മത്തറു യൻസിലു, മഴ പെയ്യുന്നു. മഴ പെയ്യുമ്പോൾ എന്തുണ്ടായി? ഇബൽ ഔലാദു, കുട്ടികൾ കളിച്ചു. വൽ മത്തറു യൻസിലു, മഴ പെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഖറജ്തു മിനൽ ബൈത്തി, ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. മഴ പെയ്തു. അപ്പൊ അതായത് കുട്ടികൾ കളിച്ചു എന്ന് ഇതല്ലേ. ഇബൽ ഔലാദു, കുട്ടികൾ കളിച്ചു. കൊട ചൂടണം നമുക്ക് ഇപ്പോൾ എളുപ്പമല്ല ചൂടിക്കാൻ, വാക്കൊക്കെ കളിച്ചു എന്ന് എഴുതാം, അതാ നല്ലത്. റഖസാണ്, ഡാൻസ് കളിക്കണവർ. അടുത്തത് വശംസു തഗ്റുബു, സൂര്യൻ അസ്തമിക്കുമ്പോൾ എന്താ ഉണ്ടായത്? വസൽത്തു, ഞാൻ എത്തിച്ചേർന്നു. മദീനയിലേക്ക്. വശംസു തഗ്റുബു, അല്ലെങ്കിൽ റജഅത്ത്, ഞാൻ മടങ്ങി. മിനൽ മസ്ജിദി, അങ്ങനെയല്ല പള്ളിയിൽ നിന്ന്. ഇപ്പം എന്തായാലും സൂര്യൻ അസ്തമിക്കുമ്പോൾ മടങ്ങണ്ട. വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എഴുതിക്കോട്ടാ. അടുത്തത് മാലിയൊക്കെ എഴുതണം കേട്ടോ, മാലിൻ്റെ എഴുതണം നല്ലത് കേട്ടോ. ഇവിടെ മുതാരി കൊടുക്കുമ്പോൾ മാലി എഴുതണം നല്ലത്, അല്ലെങ്കിൽ അങ്ങനെ മതി. അടുത്തത് മുഅദ്ദിനു യുഖീമു, മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ബാങ്കി
അഖാമ യുഖീമു നിൽക്കുമ്പോൾ എന്തുണ്ടായി? ദഖൽത്തുൽ മസ്ജിദ ഞാൻ പള്ളിയിലേക്ക് പ്രവേശിച്ചു. അന സഗീറു ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്തായി? എന്തൊക്കെ ഉണ്ടാവും എഴുതുക? കുട്ടിയായിരുന്നപ്പോൾ ദഹബ്തു ഞാൻ പോയി, ഇല മക്കത മക്കയിലേക്ക് പോയി. അന സഗീറു ഞാൻ കുട്ടിയായിരുന്നപ്പോൾ. സ്വലാത്ത് അപ്പോൾ അത് അങ്ങനെ എഴുതാട്ടാ. ഇനി ഒരു അടുത്ത പേജിൽ പറയണത് എന്തായിരുന്നു? ഏതാ പേജ്? അടുത്ത പേജ് ഇതല്ലേ? യത്തുലുബുൽ മുദരിസു ഇല കുല്ലി താലിബിൻ അധ്യാപകൻ എല്ലാ വിദ്യാർത്ഥികളോടും ആവശ്യപ്പെടുന്നത് അന്യക്ര ദർസ പാഠം വായിക്കാൻ. വഹുവ ജാലിസുൻ ഇരുന്നവനായ അവസ്ഥയിലോ, വഹുവ വാഖിഫുൻ നിന്നവനായ അവസ്ഥയിലോ. ലിത്തഅഖുദി മിൻ ഫഹിം ലിത്തഅഖുദി മിൻ ഫഹിമിഹിൽ ജുംലത്തി വാചകങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ അധ്യാപകൻ ഇങ്ങനെ പറയുന്നു. ഈ പാഠത്തിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, ഇരുന്നിട്ട് വായിക്കാൻ. അപ്പം പറയുന്നത് ഇക്ര അന്ത ജാലിസുൻ. അപ്പോൾ നിങ്ങളോടാണ് ഇക്ര ഈ അന്തി ജാലിസത്തുൻ എന്ന് പറയാം. അപ്പം നിങ്ങളോട് പറയണം തൊട്ട് ഇക്ര ഈ നീ വായിക്കണം. ഇക്ര ഇ ദർസ വ അന്തി ജാലിസത്തുൻ നിങ്ങൾ പാഠം ഇരിക്കുന്നവനായ അവസ്ഥയിൽ വായിക്കൂ. എന്നിട്ട് പിന്നെ വേറൊരു വിദ്യാർത്ഥിയോട് എങ്ങനെ പറയാം? ഇക്ര ഈ വിദ്യാർത്ഥിനി ആയതുകൊണ്ടാണ് കേട്ടോ ഇക്ര ഈ എന്ന് പറയുക. ഇക്ര ഈ വ അന്തി വാഖിഫത്തുൻ നീ നിൽക്കുന്നവനായ അവസ്ഥയിൽ പാഠം വായിക്കി. ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ നമുക്ക് ലൈവ് ക്ലാസ് മറ്റേ ഓൺലൈനിൽ ഓഫ്ലൈൻ ക്ലാസ്സിനാണ് അത് പറ്റുക. എന്നിട്ട് നമ്മളത് ആ പാഠം മനസ്സിലാക്കാനാണ് പറയണത്, മനസ്സിലാക്കി തരാനായിട്ട്. ഇക്ര ഈ അപ്പോൾ ഉൽഹാലോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് നോക്കിക്കോട്ടോ. തുഫീദു എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടുത്തുന്നു. ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട് അല്ലേ. അല്ല തെർജീൻ്റെ അർത്ഥം വരും, ഇഷ്ഫാഖിൻ്റെ അർത്ഥവും വരും. ക്ലിയർ ആക്കുന്നു, ക്ലിയർ ആക്കുന്നു. അൽ ഫർഖു ബൈനഹുമ അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം. മിനൽ മിസാലൈനിൽ ആത്തിയൈനി തുടർന്ന് വരുന്ന രണ്ട് ഉദാഹരണങ്ങളിൽ നിന്ന് ആ ഒരു ഇഷ്ഫാഖിൻ്റെയും തർജീൻ്റെയും അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. അത് നോക്കി ഉദാഹരണം നോക്കിയേ. ല അല്ലഹു ബി ഹൈറിൻ താങ്കൾ ഹൈറിലാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് അല്ലഹു താങ്കൾ അതെ താങ്കളല്ല കേട്ടാ. ല അല്ലഹു ബി ഹൈറിൻ എന്ന് പറഞ്ഞാൽ അവൻ ഹൈറിലാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് ഹി ഈസ് വെൽ. അയ്യു അതായത് അർജു ഐ ഹോപ്പ്. അൻ അക്കൂന ബിഹൈരിൻ ഐ ഹോപ്പ് അൻ യക്കൂന അല്ലെ അൻ യക്കൂന അവനായേക്കുന്നു. ബിഹൈരിൻ ഹൈറിലായേക്കും. ഐ ഹോപ്പ് ഹി ഈസ് വെൽ. ഹാദ തെർജി അതൊരു തെർജിയാണ്. തെർജി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ, ഹോപ്പാണ്. തെർജി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, ഹോപ്പാണ്. ല അല്ലഹു മരീലുൻ അവൻ രോഗി ആയേക്കാം. അയ്യു അഹ്ഷ ഐ ആം അഫ്രൈഡ് ഞാൻ ഭയപ്പെടുന്നു. അഹ്ഷ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയക്കുന്നു. അൻ യകൂന മരീലൻ അവൻ രോഗിയാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹാദൽ ഇഷ്ഫാഖു അത് ഇഷ്ഫാഖാണ്, ഭയം ആണ്. ഇവിടെ രണ്ടിനും അല്ലയാണ് വന്നിട്ടുള്ളതെങ്കിലും അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ ഹോപ്പാണെങ്കിൽ രണ്ടാമത്തത് അഫ്രൈഡാണ്, ഭയപ്പെടുന്നു എന്നാണ്. മാതാ തുഫീദുൽ അല്ല ഫിൽ ജുമലിൽ ആത്തിയത്തി തുടർന്ന് വരുന്ന വാചകങ്ങളിൽ അല്ലയിൻ്റെ അല്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ല അല്ലക നാജിഹുൻ താങ്കൾ വിജയിച്ചേക്കാം. അവിടെ തെർജിയാണോ ഇഷ്ഫാഖാണോ ഹോപ്പാണോ അഫ്രൈഡാണോ? ഹോപ്പാണ്, തെർജിയാണ്. തെർജി. ല അലി റാസിബുൻ ഞാൻ പരാജയപ്പെട്ടേക്കാം. അവിടെ എങ്ങനെയാ? ഇഷ്ഫാഖാണ്. നാജിഹുൻ്റെ ഓപ്പോസിറ്റാണ് റാസിബുൻ കേട്ടാ. അടുത്തത് ല അല്ലൽ ഇംതിഹാന സഹലുൻ പരീക്ഷ എളുപ്പമുള്ളതായേക്കാം. അവിടെ തെർജിയാണോ ഇഷ്ഫാഖാണോ? തെർജി. അടുത്തത് ല അല്ലൽ ഇംതിഹാന സഅബുൻ പരീക്ഷ ബുദ്ധിമുട്ടുള്ളതായേക്കാം. അവിടെ ഇഷ്ഫാഖ് അല്ലേ. ഐ എം അഫ്രൈഡ് ദ
എക്സാമിനേഷൻ ഈസ് ഡിഫിക്കൽട്ട്. മറ്റേതാണെങ്കിൽ ഈസി ആവുമ്പോൾ ഹോപ്പ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാല ഫേലു മാദി, ഫായിൽ അതിൻ്റെ ഉള്ളിലുണ്ട്, സല്ല ഫേലു മാദി, അള്ളാഹു ഫായിൽ, അലൈഹി ജാറുൻ വ മജ്റൂർ, വാവ് ഹർഫുൽ അത്ഫ്, സല്ലമ ഫേലു മാദി, ഫായിൽ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. പക്ഷേ ഇത് രണ്ട് മാദിൻ്റെ അർത്ഥം എന്തിൻ്റെയാണ്? പ്രാർത്ഥനേൻ്റെ അർത്ഥമാണ് കേട്ടോ. ഫി ഹജ്ജത്തി ജാറുൻ വ മജ്റൂറുൻ അൽവിദായി മുലാഫിൻ ഇലൈഹി ലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദ, ഈ വർഷത്തിന് ശേഷം ഞാൻ ഹജ്ജ് ചെയ്യുകയില്ലായിരിക്കാം. അവിടെ എന്തായിരുന്നു? നമ്മൾ ചെയ്തതാണ് കേട്ടോ, ഇറാബ് ചെയ്തതാണ്. ഇഷ്ഫാക്കാണ് അല്ലേ, നബിൻ്റെ ഒരു ഭയം, അത് ഇഷ്ഫാക്കായിട്ടാണ് പറയണത്. ഇലൈക്കും അംസിലത്തൻ ഉഹ്റ, മറ്റൊരു ഉദാഹരണം നീ എടുക്ക്. ഇവിടെ ഹുന, ഇവിടെ, ഇലൈക്കും എന്നുള്ളത് ഇസ്മു ഫിഅലാണ്. വസ്മു ഫിഅലി കലിമത്തുൻ, ഇസ്മു ഫിഅൽ എന്ന് പറഞ്ഞാൽ കലിമത്തുൻ ഒരു പദമാണ്. തദുല്ലു അലാ മാ യദുല്ലു അലൈഹിൽ ഫിഅൽ, അത് കാണിക്കുന്നത് എന്താണ്? അത് ഫിഅലിൻ്റെ അർത്ഥമായിരിക്കും. ബട്ട് അന്നഹ ലാ തഖ്ബലു അലാമത്തഹു, പക്ഷേ അത് അതിൻ്റെ അലാമത്ത് സ്വീകരിക്കൂല. ഏതിൻ്റെ? ഫിഅലിൻ്റെ അലാമത്തൊന്നും നമുക്ക് കാണാൻ കഴിയൂല, പക്ഷേ ഫിഅലിൻ്റെ അർത്ഥം ആയിരിക്കും. ഏതിന്? ഇസ്മു ഫിഅലിന് ഫിഅലിൻ്റെ അർത്ഥം ആയിരിക്കും. വ ഇലൈക്ക, ഇലൈക്ക എന്ന് പറഞ്ഞാൽ മഅനാഹു, അതിൻ്റെ അർത്ഥം ഹുദ്, നീ എടുക്ക് എന്നാണ്. തഖൂലു പറയുന്നത് പോലെ, ഇലൈക്ക ഹാദൽ കിതാബ, ഈ പുസ്തകം നീ എടുക്ക് എന്ന് പറയുന്ന പോലെയാണ് ഇത്. ഇലൈക്ക ഹാദൽ കിതാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം വരിക? ഹുദ് ഹാദൽ കിതാബ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഹുദ് ഹാദൽ കിതാബ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. യാ ഉഖ്തി ഇലൈക്കിൽ മലായിക, മലായിക എൻ്റെ സഹോദരി, ഇലൈക്കിൽ മലായിക എന്ന് പറഞ്ഞാൽ ഈ സ്പൂണ് നീ എടുക്ക്. ലി മഅന ഹുദി എന്നുള്ള അർത്ഥമാണ്. ഹുദി മലായിക, സ്പൂൺസ് എന്നല്ലേ മലായിക, സ്പൂണുകളല്ലേ മലായിക, അതെ സ്പൂണുകൾ നീ എടുക്കല്ലേ, അത് സ്പൂണുകളാണ് കേട്ടോ, ബഹുവചനമാണ്. അപ്പോൾ ഏതാ? സ്പൂണുകൾ ബഹുവചനം, അതിൻ്റെ മലായിക സ്പൂണുകൾ കേട്ടോ, അതെ ബഹുവചനം ആണ്. യഖൂലുൽ മുദീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയോയിൽ സംപ്രേഷണം ചെയ്യുന്ന ആളില്ലേ, അതാണ് കേട്ടോ. അദ്ദേഹം പറയുന്നത് എന്തെന്ന്? മുദീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ എന്ന് പറഞ്ഞാൽ സംപ്രേഷണം ചെയ്തു. യദീ വാർത്ത സംപ്രേഷണം ചെയ്യില്ലേ അല്ലേ, അതാ യദീ സംപ്രേഷണം ചെയ്യുന്നു. യദീ മുദീ അതിൽ നിന്നുണ്ടായത്, അതാ യദീ മുദീ. അവിടെ ഇലൈക്കും നഷ്റത്തൽ അഖ്ബാറ, ടേക്ക് ദിസ് ന്യൂസ് ബുള്ളറ്റിൻ, ഈ വാർത്തകൾ എടുക്കൂ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. അവിടെ ഇലൈക്കും എന്നുള്ളത് ഹുദു ഹുദു ഹുദാ ഹുദൂ എന്നുള്ളതാണ്. ഹുദു നഷ്റത്തൽ അഖ്ബാരി, ഹുദു എന്നാണ് കേട്ടോ. ഞാനത് കൂടുതൽ പറയണമെങ്കിൽ എനിക്ക് അറിയാലോ. അതൊക്കെ ഇലൈക്കും മുഫീൽ അമ്രാണ്, ഫായില് അൻതുമാണ്, നഷ്റത്ത മഫൂലും ബിഹി, അഖ്ബാരി വഹുവ മുലാഫിൻ ഇലൈഹി. വകദാലിക അതുപോലെ തന്നെയാണ് ആമീൻ എന്നതും ഇസ്മു ഫിഅലുൻ, ഇസ്മു ഫിഅലാണ്. ബിമഅന അതിൻ്റെ അർത്ഥം ഇസ്തജീബ്, നീ ഉത്തരം നൽകണേ. ഇസ്തജാബ യസ്തജീബു, അതിൽ നിന്നാണ് ഇസ്തജീബ്. പിന്നെ അഷിയാഉ എന്ന വാക്ക് എന്താണ്? അഷിയാഉ മംനൂ മിന സ്വർഫിയാണ്. ലി അന്ന കാരണം, അസ്ലുഹു അതിൻ്റെ അടിസ്ഥാനം, അഷി ആ ഉ അഫ്ഇലാഉ അലാ വസ്നി അഫ്ഇലാഉ എന്നാണ്. അത് അഷിയാഉ ആയതാണ് കേട്ടോ, അഷിയാഉ ആയതാണ്, അഷിയാഉ ആയതാണ് എന്നാണ്. നഹ്വ പോലെ, അഗ്നിയാ അസ്തിഖാ പോലെ ആണ്. പിന്നെ ഷഫാഹുല്ലാഹു എന്ന് പറഞ്ഞാൽ ഹാദാ ദുആഉൻ, അതൊരു പ്രാർത്ഥനയാണ്. വൽ ഫിഅലു മാളിയാണ്. ഹുന മുസ്തഖ്ബലുൻ ഫിൽ മഅന, പക്ഷെ അതിൻ്റെ അർത്ഥം ഇവിടെ ഭാവി കാലത്തിൻ്റെയാണ്. അതേപോലെ ഹാത്തി മിസാലൻ ആഹർ, മറ്റുദാഹരണം കൊണ്ടുവരണം. മിന ദർസി പാഠത്തിൽ നിന്ന്. ലി ഫിഅലി മാലിയായ ഫിഅൽ അല്ലദി യുഫീദു ദുആ, നല്ല എളുപ്പമാണ് അല്ലേ. ഏതാ ഇപ്പം തന്നത്? ഏതാ ഇവിടെ ഒരു പാഠം തന്നത്? ഷഫാഹുല്ലാഹു, ജസാക്കല്ലാഹു ഹൈറൻ, തഖബ്ബലല്ലാഹു ഉംറത്തൻ, പാഠത്തിൽ നിന്ന് വന്നുള്ളതല്ലേ. പിന്നെ നമ്മളെ വക വേണമെങ്കിൽ അള്ളാഹു ബാറക്കല്ലാഹു ലക്കും ഒക്കെ പറയാം കേട്ടോ. പിന്നെ ഹൽമിൻ സുആലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്ലുഹു ഫിൽ ജുംല ഹൽമിൻ സുആലിൻ ഇന്ദക്ക എന്നാണ്. നിനക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടോ എന്നാണ്.
ഈ വാചകത്തിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം. ഈ വാചകത്തിൽ അതെ. ഹാദിഹി മിൻ ഇവിടെ ഹാദിഹി ഇവിടെ ഇത് മിന്നുള്ളത് സായിദത്താണ്. വമിൻ ഷുറൂത്തു ദുഖൂലിഹ അത് പ്രവേശിക്കണമെങ്കിൽ അതിന് കണ്ടീഷൻസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നാണ് കേട്ടോ. അൻ യസ്ബിഖഹ നഫിയുൻ അത് മുൻകടക്കണം, മുന്നിൽ വരണത് നഫി ആവണം. ഒന്നില്ലെങ്കിൽ നഫി ആവണം, നഫി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആവണം, അല്ലെങ്കിൽ നഹി ആവണം, പ്രൊഹിബേഷൻ ആവണം, അല്ലെങ്കിൽ ഇസ്തിഫാം ആവണം, ഹല്ല് കൊണ്ട് തുടങ്ങുകയും വേണം. പിന്നെ എന്തായിരുന്നു അനിയക്കൂന മജ്റൂറുഹ നക്കിറൻ മിൻ എന്ന ദായിദായിട്ടുള്ള ഹർഫ് ജറിന് ശേഷം നക്കിറയായിട്ടുള്ള ഇസ്മ ആയിരിക്കണം. അങ്ങനെ അതിൻ്റെ കണ്ടീഷൻ നമ്മൾ പഠിച്ചത് തന്നെ കേട്ടോ. അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഉണ്ട്. മാ ജാ മിൻ താലിബിൻ ഒക്കെ കേട്ടിട്ടുണ്ടോ? മിൻ താലിബിൻ വിദ്യാർത്ഥി വന്നില്ല എന്നൊക്കെ പറയും. കുറേ എന്തൊക്കെ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ മനസ്സിലാവണില്ല. അപ്പോൾ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്തോട്ടോ. അടുത്ത എളുപ്പമാണ് 9. കവ്വിൻ ജുമലൻ അല ഖിറാറിൽ മിസാലി. കവ്വിനൊന്ന് ഇറാബ് ചെയ്തേ. കവ്വിൻ നീ ഉണ്ടാക്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കവ്വിനൊന്ന് പറഞ്ഞ കവ്വിൻ്റെ ഫിൽ അമ്ര മാലി മുലാരിം പറഞ്ഞ മാലി മുലാരിം മസ്തറും പറഞ്ഞേ. ഇവിടെ നമ്മൾ വേറെയും പറഞ്ഞില്ലല്ലേ, കവ്വിൻ പോലത്തെ ഒരെണ്ണം പറഞ്ഞില്ലേ ഇതിന് മുൻപ്. മയ്യീസ് കവൊന്നല്ല, മയ്യീസ് പറഞ്ഞില്ലേ, മയ്യീസ് പറഞ്ഞ പോലെ തന്നെ. മയ്യീസ് പറഞ്ഞത് എങ്ങനെയാ? ഞാൻ മയ്യീസും പറഞ്ഞാന്ന്, പിന്നെ ഒരെണ്ണം കൂടി പറഞ്ഞാന്നല്ലോ, വേറെ ഒന്നും കൂടി പറഞ്ഞല്ലോ. മയ്യീസും പറഞ്ഞ് അയ്യനും പറഞ്ഞ് അതേപോലെ തന്നെയാണ്. ആ മയ്യീസും അല്ല ഷൈൻത, സബ്ബിഹ് പറഞ്ഞ പോലെ നിങ്ങൾ മയ്യിസും അയ്യിനും പറയണം, അതേപോലെ കവ്വിനും പറയണം. ഒന്നുകൂടി ഞാൻ പറയാം. സബ്ബഹ അവൻ തസ്ബീഹ് ചെയ്തു, യുസബ്ബിഹു അവൻ തസ്ബീഹ് ചെയ്യുന്നു. തസ്ബീഹ് അതിൻ്റെ സബ്ബിഹ് നീ തസ്ബീഹ് ചെയ്യി. അതേപോലെയാണ് എന്ത് മയ്യീസ് പറഞ്ഞത്. മയ്യീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയ്യസ അവൻ വേർതിരിച്ചു, യു മയ്യിസു അവൻ വേർതിരിക്കുന്നു, തമീസ് വേർതിരിക്കൽ. ഇനി അയ്യിൻ നിർണയിക്കുക എന്ന് പറഞ്ഞില്ല, അവിടെ അയ്യന അവൻ നിർണയിച്ചു, യു അയ്യീനു അവൻ നിർണയിക്കുന്നു, തഈൻ നിർണയിക്കൽ. ഇനി കവ്വിൻ എന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെ. കവ്വന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഉണ്ടാക്കി, യു കവ്വിനു അവൻ ഉണ്ടാക്കുന്നു, തഖ്വീൻ ഉണ്ടാക്കൽ. അതിൻ്റെ അമ്രുഫേല് കവ്വിൻ. സബ്ബഹ പോലെ തന്നെ കുറേ ഉണ്ട് അങ്ങനെ ഇങ്ങനത്തെ ഒരേപോലെ. അപ്പോൾ ഈ കവ്വിൻ ഇങ്ങനത്തെ ഒരു അമ്രുഫേൽ ആകെ ഒരെണ്ണം ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ആ പാറ്റേണിൽ പറയാൻ പറ്റുമെന്ന് പറഞ്ഞത്. കവ്വിൻ തക്വീനാണ് അതിൻ്റെ അമ്രുഫേൽ. സബ്ബഹ ആലോചിച്ചാൽ മതി. സബ്ബഹ എന്ന് പറഞ്ഞാൽ തസ്ബീഹ് ചെയ്തു, യുസബ്ബിഹു ഒക്കെ ഖുർആൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ഈ 3 ക്രിയാരൂപങ്ങളും എല്ലാ സൂറത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടില്ലേ. മുസബ്ബിഹാത്ത് കേട്ടിട്ടില്ലേ? അല്ലാതെ തന്നെ സബ്ബഹ ലില്ലാഹി, യുസബ്ബിഹു തസ്ബീഹു ചെയ്യുന്നു, അള്ളാഹുവിന് തസ്ബീഹു ചെയ്യുന്നു, സബ്ബഹ തസ്ബീഹ് ചെയ്തു. ഇനി എൻ്റെ അമ്രുഫേൽ വന്നത് ഏതാ? സൂറത്തുൽ അഅലയിൽ സബ്ബിഹ് സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല അല്ലേ? സബ്ബിഹ് നീ തസ്ബീഹ് ചെയ്യി. കണ്ടോ? അപ്പോൾ ഇതേപോലെ ഈ ഒരു പാറ്റേണിലാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞത് അതാണ്. ഇതിൻ്റെ ബാധ്യമൊക്കെ കണ്ട് ഇതിൻ്റെ അമ്രുഫീൽ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിൽ വരുന്ന അമ്രുഫീൽ കണ്ടാൽ നമുക്ക് എളുപ്പത്തിൽ ബാക്കി പറയാൻ പറ്റും. അതിനാണ് നമ്മൾ അജ്നാസ് പഠിച്ചത്. സബ്ബിഹ് മയ്യിസ് ഇങ്ങനെ പറഞ്ഞത്. കുറേ ഫീലുകളുണ്ട് ഇതേ ഒരു പാറ്റേണിൽ. നല്ല സുഖമാണ് ഇത് പറയാൻ, കാരണം ശ്രദ്ധ ഉള്ളതുകൊണ്ട്. കവ്വിൻ ജുമലൻ നീ വാചകങ്ങൾ ഉണ്ടാക്കണം. അലാ ഖിറാറിൽ മിസാലി ഉദാഹരണത്തിൻ്റെ ഞാനിത് കംപ്ലീറ്റ് ഇതൊന്ന് ഹോംവർക്ക് പറഞ്ഞു തന്നിട്ട് ഇതാക്കാം കേട്ടോ. മുസ്താമിലൻ കലിമാത്തിൽ അല്ലത്തി ബൈനൽ ഖൗസൈനി ബ്രാക്കറ്റിൽ തന്നതായിട്ടുള്ള വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഉദാഹരണങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് ഇവിടെ സുആലുൻ ഹൽമിൻ സുആലിൻ എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഇതേപോലെ നിങ്ങൾ ഖൈറുൻ എന്തെങ്കിലും ഖൈറുണ്ടാ, എന്തെങ്കിലും പുതിയതുണ്ടാ, എന്തെങ്കിലും അധികമായിട്ടുണ്ടോ, ഇത് നിങ്ങൾ ഖബർ മഹദൂഫായിട്ടാണ് ഇതിലൊക്കെ വന്നിട്ടുള്ളത്. അതേപോലെ ഈ പാറ്റേണിലത്തെ പോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇനി പിന്നെ ഹോംവർക്ക് തരാനൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്? ഇല്ല. അപ്പോൾ നാളത്തോടു കൂടിയിട്ട് നമുക്ക് പാഠം അവസാനിപ്പിക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക.